അച്ഛന്മാരെ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇതിലെ കൂടെ പോയതാണ്. അപ്പം നല്ല സമരിയാക്കാരെ ബൈബിളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഗുഡ് സമരിറ്റൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എന്താണ് ഈ ഗുഡ് സമരിറ്റൻ റീഹാബിലിറ്റേഷൻ സെന്റർ ഒന്ന് പറഞ്ഞു തരാമോ? ഒരു പുതിയ സംരംഭം നമ്മളിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വിശകലനം എന്ന് പറയുന്നത് അരയ്ക്ക് താഴെ ചലനം നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ്. അവർക്ക് എന്തെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങുക, അത് അവർക്ക് ഒരു വരുമാനത്തിലേക്ക് എത്തിച്ചേരുക എന്ന നിലയിൽ ഒരു നൂതനമായ സംരംഭമാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം മെയ് മാസം ആരംഭത്തോടുകൂടി തുടങ്ങും. അതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും കേരളത്തിലെ ആദ്യത്തെ ഒരു സംരംഭമാണ്. ഇരുളിൽ കാൽത്തട്ടി വീഴുന്നവർക്ക് കൈത്താങ്ങാകുവാൻ, കയ്യിലൊന്നും അവശേഷിക്കാത്ത പട്ടിണി പാവപ്പെട്ടവൻ്റെ കയ്യിലെ മാണിക്യമാകുവാൻ, ചലനമില്ലാത്ത നിരവധി കാലുകൾക്ക് ചലനമാകുവാൻ ഇന്ന് ഗുഡ് സമരിറ്റൻ റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ് സെൻറ്റർ മെയ് മാസത്തോടു കൂടി പ്രവർത്തനം ആരംഭിക്കുകയാണ്. അനേക ജനതകൾക്ക് സ്വാന്തനമായി മാറുവാൻ CST ഫാദേഴ്സ് ഒരുക്കുന്ന ഗുഡ് സമരിറ്റൻ റീഹാബിലിറ്റേഷൻ സെൻറ്ററിനെ കുറിച്ച് ഇന്ന് ഷെക്കീന TV നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഇത് ഒരു കരുണയുടെ മുഖമാണ്. അനേകർക്ക് സ്വാന്തനം നൽകുന്ന സ്നേഹത്തിൻ്റെ മറ്റൊരു മുഖം. സമൂഹത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പുതുമുഖമായി പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിതങ്ങൾക്ക് പുതുജീവൻ നൽകാൻ ഗുഡ് സമരിറ്റൻ റീഹാബിലിറ്റേഷൻ സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു. മെയ് മാസം മുതലാണ് അഭിമാനകരമാകുന്ന റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. ചെറുപുഷ്പ സഭയുടെ കോഴിക്കോട് സെന്റ് തോമസ് പ്രൊവിൻസിന്റെ സാമൂഹിക സേവന സംരംഭമായ സമരിറ്റൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഗുഡ് സമരിറ്റൻ റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ് സെന്റർ പ്രവർത്തന സജ്ജമായിട്ടുള്ളത്. CST സഭയുടെ കോഴിക്കോട് പ്രൊവിൻസിൻ്റെ കീഴിൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഈ ദേശത്തിന് മുഴുവനും ഒരു അനുഗ്രഹമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അനേകം വർഷങ്ങളായി വീടുകളിൽ ഒറ്റപ്പെട്ടു പോയ, തളർന്നുപോയ കിടപ്പ് രോഗികളെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല, അവരെ ക്രിയാത്മകമായി അവരുടെ സർഗശേഷിയെ വിനിയോഗിക്കുകയും അവരുൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ പൊതുമാർക്കറ്റിൽ എത്തിക്കുകയും അതുവഴി ഈ കിടപ്പ് രോഗികൾക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കുകയും ചെയ്യുക തുടങ്ങിയ വലിയ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് ഇതിൻ്റെ പിന്നിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. CST സഭയുടെ കോഴിക്കോട് പ്രൊവിൻസിനെയും ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാ CST വൈദികരെയും ഞാൻ ഹൃദയപൂർവ്വം സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു. ഈ ഭവനം ഈ ദേശത്തിന് അനുഗ്രഹമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപകടങ്ങൾ മൂലം അരയ്ക്ക് താഴെ ചലനം നഷ്ടപ്പെട്ടവർക്കും ഭിന്നശേഷിക്കാർക്കും അവരെ തോൽപ്പിക്കുവാൻ ശ്രമിച്ച ജീവിത സാഹചര്യങ്ങളോട് പോരാടാൻ പരിശീലനവും പ്രചോദനവും നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഭവനം ആരംഭിക്കുന്നത്. നഷ്ടങ്ങളിൽ പതറാതെ അധ്വാനിക്കാൻ സന്മനസ്സുള്ളവർക്ക് വീൽചെയറിൽ ഇരുന്നുകൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന തൊഴിലുകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ പ്രാപ്തമാക്കുകയാണ് ഈ സ്ഥാപനത്തിലൂടെ ചെറുപുഷ്പ സഭ ലക്ഷ്യമിടുന്നത്. കണ്ണൂർ ജില്ലയിലെ ചപ്പാരപ്പടവ് പഞ്ചായത്തിൽ തലവിൽ പ്രദേശത്ത് ഒരുങ്ങുന്ന ഈ ഭവനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ഫെബ്രുവരി 4 തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ അഭിമന്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവ് നിർവഹിക്കുകയുണ്ടായി. CST സഭയിലെ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ, പ്രത്യേകമായി ഫാദർ ബിനു പയ്യമ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെയൊരു സംരംഭം കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുന്നത്. വേദനിക്കുന്നവരിലും പ്രത്യാശ നഷ്ടപ്പെട്ടവരിലും ക്രിസ്തുവാകുന്ന വെളിച്ചം നൽകിക്കൊണ്ട് തുടങ്ങാൻ പോകുന്ന ഗുഡ് സമരിറ്റൻ റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ് സെന്ററിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈ സെന്റർ 3 കാര്യങ്ങളാണ് ഈ സെന്ററിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഒന്ന്, അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട ഭിന്നശേഷിക്കാരായ സഹോദരങ്ങൾക്ക് ഒരു പുനരധിവാസം. പ്രത്യേകിച്ച് മാതാപിതാക്കളൊക്കെ മരിച്ചുപോയ ഒരുപാട് കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാരായ, പ്രത്യേകിച്ചും പലതരത്തിലുള്ള അപകടങ്ങൾ മൂലം
ചലനശേഷി നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അത് ഞങ്ങളുടെ പാലിയേറ്റീവ് കെയർ സർവീസിലൂടെ, സേവനങ്ങളിലൂടെ ഞങ്ങൾ വീടുകളിൽ പോകുമ്പോൾ ഞങ്ങൾ കണ്ടെത്തിയതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ നിരന്തരമായ അഭ്യർത്ഥന മനസ്സിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു സെൻറ്ററിനെ കുറിച്ച് ചിന്തിച്ചത്. സഭാധികാരികളും മറ്റ് പൊതുജനങ്ങളുമൊക്കെ ഞങ്ങൾക്ക് വലിയ സപ്പോർട്ടാണ് ഈ ഒരു കാര്യം അവതരിപ്പിച്ചപ്പോൾ തന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒപ്പം കൂട്ടായ്മയിലെ ഞങ്ങളുടെ വോളണ്ടിയർമാരെല്ലാവരും. അപ്പം അങ്ങനെ ഒരു വലിയ ദർശനത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഈ ഭവനം. അപ്പം ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പുനരധിവാസമാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കുന്നത്. ഒരു 30 പേർക്കുള്ള എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. അവർക്ക് പുനരധിവാസം, അതോടൊപ്പം തന്നെ കൗൺസിലിങ്. കാരണം വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ അനുഭവിച്ച് വരുന്നവരെ ഒരു ജീവിതത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ മേഖലയിൽ കടന്നു പോകണമെങ്കിൽ അവർക്ക് ഒരു നല്ല ഒരു കൗൺസിലറുടെ ഒരു സേവനം ആവശ്യമുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. രണ്ടാമത് ഫിസിയോതെറാപ്പി. അവരുടെ അരയ്ക്ക് താഴെ തളർന്നു പോയിട്ടുള്ളൂ, അവരുടെ കൈകളൊക്കെ ചലനാത്മകമാണ്. അപ്പോൾ ഫിസിയോതെറാപ്പിയിൽ കൂടുതൽ അവരെ ഊർജ്ജസ്വലരാക്കിക്കൊണ്ട് അവർക്ക് ചെയ്യാവുന്ന, അവരുടെ പരിമിതിയിൽ നിന്നും ചെയ്യാവുന്ന തൊഴിലുകൾ പഠിപ്പിക്കുക. ആ പഠിപ്പിക്കുന്ന തൊഴിലുകൾക്കുള്ള വിപണന സാധ്യതകൾ തുറന്നു കൊടുക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ഒന്നാമതായിട്ട് നമ്മൾ പുനരധിവാസം പറഞ്ഞു. രണ്ടാമത് അവർക്ക് സ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ തൊഴിൽ അധിഷ്ഠിത കാര്യങ്ങൾ പഠിപ്പിക്കുക. മൂന്നാമത് ആ തൊഴിലിലൂടെ അവർക്കൊരു വരുമാനം ഉണ്ടാകത്തക്ക രീതിയിലൊരു പ്രൊഡക്ഷൻ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുക. പേപ്പർ ബാഗ് പോലുള്ള അച്ചാറുകൾ, വിവിധ ബേക്കറി പ്രോഡക്ട്സുകൾ, ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 3 തലത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വീടുകളിൽ കഴിയുന്ന ആളുകളുണ്ട്. വീട് വിട്ട് പോരാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു മാസമോ 2 മാസം 3 മാസമൊക്കെ തൊഴിൽ പരിശീലനം സൗജന്യമായിട്ട് ഇതിനകത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. വിവിധങ്ങളായ ചെറിയ ചെറിയ തൊഴിൽ പരിശീലനം, ഫിസിയോതെറാപ്പി, അതുപോലെ കൗൺസിലിംഗ് സൗകര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അവർക്ക് അതിന് ശേഷം അവരുടേതായ വീടുകളിലോ അവരുടേതായ സ്ഥലങ്ങളിലോ ചെന്ന് ചെറിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികം നമ്മുടെ ലക്ഷ്യം. അതായത് സന്തോഷകരമായ, മാന്യവും സന്തോഷകരമായ ജീവിതം അവർക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആപ്തവാക്യം. നന്മ ചെയ്യുന്നതിൽ ബൈബിളിലെ ഏറ്റവും എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു ബൈബിൾ വചനമാണ്, നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. സമരത്തിനെ എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ആപ്തവാക്യം ഇത് തന്നെയാണ്, നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ പൊതുജനങ്ങളുടെയും സഭാധികാരികളുടെയൊക്കെ നല്ല സപ്പോർട്ട് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സർവോപരി ദൈവ പരിപാലനയിലാണ് ഞങ്ങൾ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് ചെറുതിലെ ഇങ്ങനെ എല്ലുകൾ ഒടിയുന്ന അസുഖമായിരുന്നു. അപ്പോൾ സ്കൂളിലൊന്നും പോയി പഠിക്കാൻ പറ്റിയിട്ടില്ല. ചെറുപ്പത്തിലെ എന്തൊരു അനക്കം ഉണ്ടായാലും എല്ലുകൾ പൊട്ടുമായിരുന്നു. അപ്പോൾ അതിന് കുറേ ചികിത്സയൊക്കെ നടത്തി. ഇപ്പം അതിൻ്റെ അങ്ങനെ അധികം ബുദ്ധിമുട്ട് അതിൻ്റെ ഇല്ല. എന്നാലും ആ രോഗത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ സ്കൂളിലൊന്നും പോകാൻ പറ്റാതെ ഇരുന്നപ്പോഴാണ് ചിത്രം വരെയൊക്കെ ഇങ്ങനെ ബാലരമയൊക്കെ നോക്കി അങ്ങനെ വരയിലേക്ക് തിരിഞ്ഞത്. സമരിത്യനായിട്ട് എനിക്ക് ഒരു 3-4 വർഷത്തെ പരിചയമുണ്ട്. പിന്നെ 2-3 വർഷം മുന്നേ ഒരു ഭിന്നശേഷി ദിനത്തിന് ശ്രീകണ്ഠപുരത്ത് നടന്ന ഒരു റാലി പരിപാടി, അതിലാണ് എന്നെ ആദ്യമായിട്ട് സമരിത്യൻ്റെ പരിപാടിക്ക് ക്ഷണിച്ചത്. അപ്പോൾ അവിടെ വെച്ചാണ് ഞാനൊരു ചിത്രമൊക്കെ വരച്ചു. പിന്നെ സമരിത്യൻ്റെ ആൾക്കാർ ആ ചിത്രം വാങ്ങിച്ചു. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ബിനു അച്ഛനും ഡില്ലി ഡോക്ടറെ പറ്റിയൊക്കെ ഞാൻ അതിന് മുമ്പേ അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇതുണ്ട്, ചെറിയൊരു ഇതായി തുടങ്ങിയ പിന്നെ ഒരു പാലിയേറ്റീവ് പ്രവർത്തനം വലിയൊരു നിലയിലേക്ക് മാറുന്നതൊക്കെ ഞാൻ അതെൻ്റെ ഒരു കസിൻ ഉണ്ട് ഇവിടെ ശ്രീകണ്ഠപുരം IMC ഹോസ്പിറ്റലിലുള്ള. അപ്പോൾ സനില പറഞ്ഞിട്ടൊക്കെ എനിക്ക് അറിയായിരുന്നു. തലവിൽ സമരിത്യൻ്റെ ഒരു സെൻറ്റർ വരുന്നുണ്ട് എന്ന് അന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെപ്പോലെയുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വീടുകളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന, വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റാത്തൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ അവർ മറ്റുള്ള ആളുകളെ പോലെ ഇങ്ങനെ ബന്ധു വീട്ടിലോ അങ്ങനെയൊന്നും പോയി ഞങ്ങളെപ്പോലെയുള്ളവരങ്ങനെ താമസിക്കാൻ പറ്റില്ല. അത് ആ വീട്ടുമായിട്ട് നമുക്ക് ചിലപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളൊന്നും നമുക്ക് പറ്റിയതായിരിക്കില്ല. പിന്നെ എല്ലാവരും ഒന്നും അതിന് തയ്യാറാവില്ല. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കും അത് നേരിട്ട് അനുഭവത്തിലുള്ളതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസത്തേക്ക് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നമ്മളെ സ്വീകരിക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നും ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. എത്ര സ്നേഹത്തിലുള്ളവരായാലും നിങ്ങളെ കൊണ്ടുപോയാൽ എങ്ങനെയാണ് നോക്കുക എന്നുള്ളൊരു ആശങ്ക അന്നേരം അവർക്കുണ്ടാവും. അപ്പോൾ നമുക്കും അവിടെ പോകാനൊരു മടിയായിരിക്കും. അപ്പോൾ ഈ സെൻറ്റർ ഞാനവിടെ പോയി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വിശാലമായൊരു വലിയൊരു വീട്. അവിടെ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് വീൽ ചെയറിൽ സഞ്ചരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന
സൗകര്യമുള്ളൊരു സെൻ്ററാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ തന്നെ ഒരു വലിയൊരു ആശ്വാസം, ഒരു സന്തോഷമൊക്കെ തോന്നി. പിന്നെ എപ്പോഴെങ്കിലും ഒരു കാലത്ത് ആവശ്യം വന്നാൽ അവിടെ പോയി താമസിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമുള്ള തന്നെ ഒരുപാട് പേരിപ്പോൾ ഉണ്ട്. എല്ലാവർക്കും എൻ്റെ സാഹചര്യം അല്ലല്ലോ. എനിക്ക് തന്നെ അറിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. വീട്ടിൽ നിന്ന് വീട്ടുകാർക്ക് പോലും വേണ്ടാതെ ആയിട്ടുള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ സ്വീകരിക്കാനുള്ള ആ ഒരു മനസ്സ്, അതിന് വേണ്ടി ഒരു സെൻറ്റർ അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും എനിക്കറിയില്ല അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന്. അതൊരു നമ്മളുടെയൊക്കെ ഒരു പ്രാർത്ഥനയുടെ പകരമായിരിക്കാം. ഒരു ദൈവം നേരിട്ട് വന്ന് ചെയ്യുന്ന ഒരു സംഭവം പോലെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒക്ടോബർ 1 സമരിറ്റൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന പേരിൽ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. CST സഭയുടെ അധികാരികളുടെ അനുവാദത്തോടും സമ്മതത്തോടും കൂടി ശ്രീകണ്ഠാപുരം മുതൽ വിവിധ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമായി കണ്ണൂർ ജില്ലയിലെ 900-ലധികം വീടുകളിൽ ഇന്ന് സമരിറ്റൻ്റെ സാന്ത്വന പരിചരണം എത്തുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ കണ്ടുമുട്ടിയ ഭിന്നശേഷിക്കാരായ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാനും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരോട് ഒപ്പം നിൽക്കുവാനുമായിട്ട് ഉള്ള സമരിറ്റൻ്റെ ഒരു പ്രവർത്തനങ്ങളുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഗുഡ് സമരിറ്റൻ റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ് സെൻറ്റർ. ഇതൊരു വലിയ ദൈവപരിപാലനയുടെ ഒരു ഭവനം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. കാരണം സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാതെ, പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സഹോദരങ്ങളുടെ ജീവിതങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവരനുഭവിക്കുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ നേരിൽ കാണുകയും അതിൻ്റെ വിഷമങ്ങൾ ഉള്ളിൽ ഉൾക്കൊള്ളുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ദീർഘനാളത്തെ പ്രാർത്ഥനയുടെയും അതിനുത്തരമായ ദൈവാനുഗ്രഹത്തിൻ്റെയും പ്രതിഫലനമാണ് ഈ നല്ല ഭവനം. ഇത് തോമസ്, ഞങ്ങളുടെ ഒരു വലിയ സ്നേഹിതനും സുഹൃത്തുമൊക്കെയാണ്. തോമസ് ഒരു 9 വർഷം മുമ്പ് ഗൾഫിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കാർ ആക്സിഡൻറ്റ് പറ്റി അരയ്ക്ക് താഴെ തളർന്നു പോയ ഒരു വ്യക്തിയാണ്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ തലവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു പാലിയേറ്റീവ് സെമിറ്റേറിയൻ പാലിയേറ്റീവിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്ഥാപനം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതേപോലെയുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ പുറം വീടുകളിൽ തന്നെ അകപ്പെട്ടു പോയവർക്ക് പുറത്തേക്ക് വരാനും അതേപോലെ തന്നെ അവർക്ക് സ്വയമായിട്ട് ഒരു കണ്ടെത്താനും എല്ലാം സഹായിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന, പ്രാക്ടീസ് കൊടുക്കുന്ന നല്ലൊരു സ്ഥാപനമാണ് സമരിറ്റൻ പാലിയേറ്റീവിൻ്റെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഓപ്പണാക്കിയേക്കുന്നത്. ചെറുപുഷ്പ സഭയെ സംബന്ധിച്ചിടത്തോളം ചെറിയവരാകുക, ചെറിയവരെ സേവിക്കുക എന്നുള്ള സഭയുടെ വലിയ ചൈതന്യത്തെ, സിദ്ധിയെ ജനങ്ങളുടെ മധ്യത്തിലേക്ക് അവതരിപ്പിക്കുന്ന വലിയ ഒരു സംരംഭമാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഗുഡ് സമാരിറ്റൻ റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ് സെൻറ്റർ കാലങ്ങളുടെ വലിയൊരു സ്വപ്നമാണ്. ഭിന്നശേഷി സഹോദരങ്ങളുടെ പുനരധിവാസത്തിനും അവരുടെ മുന്നോട്ടുള്ള ജീവിത സാക്ഷാത്കാരത്തിനും വേണ്ടി അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് താമസിക്കുവാൻ വേണ്ടിയും ഇവിടെ ജീവിക്കാനും വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവരെ തന്നെ ഉയർത്താൻ വേണ്ടിയുള്ള വലിയ ലക്ഷ്യത്തോടുകൂടെ ആണ് ഈ GSRTC ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഈ ഒരു ഭവനം ഇപ്രകാരം രൂപകൽപ്പന ചെയ്ത് നമുക്കിവിടെ ഉണ്ടാക്കുവാൻ സാധിച്ചത് അനേകരുടെ പ്രാർത്ഥനയുടെ, ഒരുപക്ഷെ നിങ്ങളെപ്പോലെയുള്ള സഹോദരങ്ങളുടെ കണ്ണുനീരിന് ദൈവം തന്ന ഉത്തരമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുക്കുക. ഇത് യാഥാർത്ഥ്യമാകാൻ സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. പ്രോജക്റ്റിലൂടെ, അതിനുശേഷം വിവിധ സാമ്പത്തിക സഹായങ്ങളിലൂടെ ഒക്കെ ഇത് ഒരു യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങളുടെ സഭയിലെ ബഹുമാനപ്പെട്ട വൈദികർ, അതോടൊപ്പം തന്നെ ഇതിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവർ, സാമ്പത്തികമായി പല മേഖലകളിൽ സഹകരിച്ചവർ, പ്രിയമുള്ളവരെ, അവരെയൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഒപ്പം ചേർക്കുന്നു. അതോടൊപ്പം തന്നെ പരിമിതികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ
ഉള്ള ഒരു പ്രചോദനം സമൂഹത്തിന് നൽകുക എന്നുള്ളതാണ് ഈ സ്ഥാപനം ലക്ഷ്യം വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സന്തോഷകരവും മാന്യവുമായ ഒരു ജീവിതം പരിമിതികളുള്ള മനുഷ്യർക്ക്, പരിമിതികളുള്ള സഹോദരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സ്ഥാപനം നമ്മളിവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളെപ്പോലുള്ള അനേകരുടെ നന്മ നിറഞ്ഞ മനസ്സും പ്രാർത്ഥനയും സാമ്പത്തികമായ സഹകരണവും ആവശ്യമുണ്ട്. ഇതുപോലെ പരിമിതികളിൽ ജീവിക്കുന്ന അനേകർക്ക് ഈ ഭവനം ആശ്വാസമാകട്ടെ, ദൈവപരിപാലനയുടെ ഒരു വലിയ ഭവനമായി ഇത് മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ. വേദനിക്കുന്നവരിലും പ്രത്യാശ നഷ്ടപ്പെടുന്നവരിലും ക്രിസ്തുവാകുന്ന വെളിച്ചം നൽകിക്കൊണ്ട് തുടങ്ങുവാൻ പോകുന്ന ഗുഡ് സമരിറ്റൻ റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ് സെൻ്ററിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സുമനസ്സുകളുടെ സഹായ സഹകരണവും ആവശ്യമാണ്. തളർന്നു പോയവൻ്റെ കരം പിടിക്കുവാനും എഴുന്നേറ്റ് നിൽക്കുവാൻ അവരെ സഹായിക്കുവാനുമാണ് സമരിറ്റൻ്റെ ഈ യാത്ര. പിന്നിട്ട വഴികളിൽ ഒറ്റപ്പെട്ടു പോയ വേദന നിറഞ്ഞ മുഖങ്ങളാണ് ഈ യാത്രയിൽ സമരിറ്റൻ്റെ പ്രചോദനം. ശരീരത്തിൻ്റെ തളർച്ചയെ മനോധൈര്യം കൊണ്ട് മറികടക്കാമെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ് ഗുഡ് സമരിറ്റൻ റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ് സെൻ്റർ. മനസ്സുകൾക്കാശ്വാസമായി കണ്ണീരകറ്റാൻ നൊമ്പരമൊപ്പിടാൻ സ്നേഹത്തിൻ വിൺപ്രാവുകൾ. ഗുഡ് സമരിറ്റിൻ്റെ ഈ സെൻറ്റർ ഞങ്ങളെപ്പോലുള്ള ഭിന്നശേഷിക്കാരായ ഒരുപാട് സഹോദരങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. മനസ്സുകൾക്കാശ്വാസമായി കണ്ണീരകറ്റാൻ നൊമ്പരമൊപ്പിടാൻ സ്നേഹത്തിൻ വിൺപ്രാവുകൾ അണയും.